ഹോർമൂസ് കടലിടുക്കിന് സമീപം വീണ്ടും സംഘർഷം ശക്തമായിരിക്കുകയാണ്. ചൊവ്വാഴ്ച പുലർച്ചെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് 2 വ്യാപാര കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ ആരോപിച്ചത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ നടന്ന ഈ സംഭവം മേഖലയിലെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ തുടരുന്ന ചർച്ചകളെയും ഈ ആക്രമണം ബാധിക്കുമെന്ന വിലയിരുത്തലും ശക്തമാണ്. ഇറാനിൽ നിലവിൽ ദുഃഖാചരണ കാലമാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ കൊല്ലപ്പെട്ട മുൻ സുപ്രീം നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിൽ രാജ്യം അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടെയാണ് പുതിയ ആക്രമണ വാർത്ത പുറത്തുവന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നടന്ന ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽ ഗതാഗത പാതകളിൽ ഒന്നാണ്. പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്നുള്ള വലിയൊരു പങ്ക് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഈ പാതയിലൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ സുരക്ഷാ പ്രശ്നങ്ങൾ പോലും ആഗോള വ്യാപാരത്തെയും എണ്ണവിലയും നേരിട്ട് ബാധിക്കാറുണ്ട്. US ഉദ്യോഗസ്ഥന്റെ വിവരമനുസരിച്ച് 2 വ്യാപാര കപ്പലുകൾക്ക് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ സംഭവത്തിന് പിന്നാലെ കടൽ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതായും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന വ്യാപാര കപ്പലുകൾക്ക് നേരെ ഭീഷണികൾ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കപ്പലുകൾക്ക് മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒമാൻ തീരത്തിന് സമീപം അമേരിക്ക സുരക്ഷിതമെന്ന് പ്രഖ്യാപിച്ച കടൽപാത ഉപയോഗിക്കരുതെന്ന് ചില കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും പറയപ്പെടുന്നു. ഈ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആയതിനാൽ ഇത് യാദൃച്ഛികമായ സംഭവമല്ല എന്നും മേഖലയിലെ സമ്മർദ്ദം കൂട്ടാനുള്ള നീക്കമായിരിക്കാമെന്നും ചില സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഇതേ പ്രദേശവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാനിലെ ലേമ തുറമുഖത്തിൽ നിന്ന് ഏകദേശം 8 നോട്ടിക്കൽ മൈൽ കീഴെയാണ് സംഭവം നടന്നതെന്ന് സംഘടന അറിയിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം തെക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു ടാങ്കർ കപ്പലിന്റെ ഇരുവശത്തും അജ്ഞാത വസ്തു ഇടിക്കുകയായിരുന്നു. അതിന്റെ ആഘാതത്തിൽ കപ്പൽ തീപിടിച്ചു. എന്നാൽ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം കപ്പലിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. സംഭവത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. ആക്രമണം എങ്ങനെ നടന്നു, അതിന് പിന്നിൽ ആരാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷമേ കൂടുതൽ വ്യക്തത ലഭിക്കൂ. സംഭവത്തിന് പിന്നാലെ എല്ലാ കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയകരമായ നീക്കങ്ങളോ സുരക്ഷാ ഭീഷണികളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്ന് UK MTO ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ കപ്പലുകൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നും സംഘടന നിർദ്ദേശിച്ചു. ഈ സംഭവങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കുറച്ചു കാലമായി സംഘർഷം കുറയ്ക്കാനും സ്ഥിരമായ സമാധാനത്തിന് വഴിയൊരുക്കാനും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വിശ്വാസം തകർക്കുകയും ചർച്ചകളുടെ പുരോഗതിയെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ കുറയുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഊർജ്ജ സുരക്ഷയെ ഇത് ബാധിച്ചേക്കാം. എണ്ണ വിതരണം തടസ്സപ്പെടുകയോ കപ്പൽ ഗതാഗതം മന്ദഗതിയിലാകുകയോ ചെയ്താൽ ആഗോള വിപണിയിൽ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രതിഫലനം പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയിലും സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനും കാണാനാകും. കഴിഞ്ഞ വർഷങ്ങളായി ഹോർമൂസ് കടലിടുക്കിൽ നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാപാര കപ്പലുകൾ തടയൽ, ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ഭീഷണികൾ എന്നിവ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയതിനാൽ ഈ മേഖലയിലെ ഓരോ പുതിയ സംഭവവും ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. സമുദ്ര വ്യാപാരം സുരക്ഷിതമായി തുടരുന്നതിനും മേഖലയിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കുന്നതിനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട സാഹചര്യം വീണ്ടും രൂപപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലുണ്ടായ പുതിയ ആക്രമണവും ടാങ്കർ കപ്പലിന് നേരെ ഉണ്ടായ സംഭവം മേഖലയിലെ സുരക്ഷ ഇപ്പോഴും വലിയ വെല്ലുവിളി നേരിടുന്നു എന്ന് വ്യക്തമാക്കുന്നു. ലോക വ്യാപാരത്തിനും എണ്ണ വിതരണത്തിനും അതീവ പ്രധാനപ്പെട്ട ഈ സമുദ്രപാതയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്ന എന്നത് എല്ലാ രാജ്യങ്ങളുടെയും പൊതു താൽപര്യമാണ്. അന്വേഷണം പൂർത്തിയാക്കുകയും യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകൂ. അതുവരെ ഹോർമൂസ് കടലിടുക്കിലേക്കാണ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ പതിഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.